ഹലോ ഫ്രണ്ട്സ്, ഉഷാസ് ഹിന്ദി വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് ഭക്തികാൽ. ഭക്തി കാലഘട്ടത്തിലെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സൂഫി കാവ്യധാര കെ സർവശ്രേഷ്ഠ കവി കോൻ ഹെ? സൂഫി കാവ്യധാരയിലെ സർവശ്രേഷ്ഠനായ കവി ആരാണ്? ആൻസർ ജായ്സി. ജായ്സിയാണ് സൂഫി കാവ്യധാരയിലെ സർവശ്രേഷ്ഠനായ കവി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സൂഫി കാവ്യ की സർവപ്രഥം രചന कौन-सी है? സൂഫി കാവ്യത്തിലെ സർവപ്രഥം രചന ഏതാണ്? ആൻസർ ചദായൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സൂഫിയോം की ഭാഷ कौन-सी है? സൂഫികളുടെ ഭാഷ ഏതാണ്? ആൻസർ ഡേഡ് അവധി. ഡേഡ് അവധി ഭാഷയിലാണ് സൂഫികൾ തങ്ങളുടെ രചന എഴുതിയിരിക്കുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഹിന്ദി മേം സൂഫി കാവ്യ പരമ്പര കാ പ്രവർത്തക കവി കോൻ ഹെ? ഹിന്ദിയിൽ സൂഫി കാവ്യ പരമ്പരയിലെ പ്രവർത്തക കവി ആരാണ്? ആൻസർ മുല്ല ദാവൂദ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, सूफियों द्वारा प्रयुक्त मुख्य रस कौन सा है? സൂഫികൾ തങ്ങളുടെ രചനകളിൽ പ്രധാനമായും ഉപയോഗിച്ചിരിക്കുന്ന രസം ഏതാണ്? ആൻസർ ശൃംഗാർ രസ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, പ്രേം കാവ്യ കാ സ്വർണ്ണയുഗ് കിസ് കാവ്യ കോ മാനാ ജാതാ ഹെ? പ്രേമകാവ്യത്തിൻ്റെ സ്വർണ്ണയുഗം എന്ന് ഏത് കാവ്യത്തിനെയാണ് അറിയപ്പെടുന്നത്? ആൻസർ സൂഫി കാവ്യക്കോ. അങ്ങനെയാണെങ്കിൽ ഹിന്ദി സാഹിത്യത്തിൻ്റെ സ്വർണ്ണയുഗം ഏത് കാലഘട്ടത്തിനെ അറിയപ്പെടുന്നത്? ആൻസർ ഭക്തികാൽ. അപ്പോൾ ഭക്തികാലത്തിനെ ഹിന്ദി സാഹിത്യത്തിൻ്റെ സ്വർണ്ണയുഗമെന്നും സൂഫി കാവ്യത്തിനെ ഹിന്ദി സാഹിത്യത്തിൻ്റെ പ്രേമകാവ്യത്തിൻ്റെ സ്വർണ്ണയുഗമെന്നും അറിയപ്പെടുന്നു. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഹിന്ദി പ്രേമാഖ്യാൻ കാവ്യ പരമ്പരാക്കി സർവശ്രേഷ്ഠ രചന കോൻ-സി ഹെ? ഹിന്ദി പ്രേമാഖ്യാൻ കാവ്യ പരമ്പരയിലെ സർവശ്രേഷ്ഠമായ രചന ഏതാണ്? ആൻസർ പത്മാവത്. എഴുതിയത് ജായ്സി. ജായ്സി എഴുതിയ പത്മാവതാണ് ഹിന്ദി പ്രേമാഖ്യാൻ കാവ്യ പരമ്പരയുടെ സർവശ്രേഷ്ഠമായ രചന. അടുത്ത ക്വസ്റ്റ്യൻ, ജായ്സി കൃത് പത്മാവത് കെ നായക് ഓർ നായിക കോൻ ഹെ? ജായ്സി എഴുതിയ പത്മാവതിലെ നായകനും നായികയും ആരാണ്? ആൻസർ രത്നസേൻ ഓർ നാഗമതി. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, പത്മാവത് കാവ്യ की ഭാഷാ ശൈലി ക്യാ ഹെ? പത്മാവത് കാവ്യത്തിൻ്റെ ഭാഷ ഏതാണ്? ആൻസർ അവധി. അവധി ഭാഷയിലാണ് ജായ്സി പത്മാവത് എഴുതിയിരിക്കുന്നത്. പത്താമത്തെ ക്വസ്റ്റ്യൻ, പ്രേമാശ്രീ ശാഖ के കവി മഞ്ജൻ की രചന ക്യാ ഹെ? പ്രേമാശ്രീ ശാഖയിലെ കവിയായ മഞ്ജൻ എഴുതിയ രചന ഏതാണ്? ആൻസർ മധുമാലതി. 11ാമത്തെ ക്വസ്റ്റ്യൻ, രാംഭക്തി ശാഖ के സർവശ്രേഷ്ഠ കവി കോൻ തെ? രാമഭക്തി ശാഖയിലെ സർവശ്രേഷ്ഠനായ കവി ആരാണ്? തുളസീദാസ്. തുളസീദാസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ രചനയാണ് രാംചരിത് മാനസ്. അപ്പോൾ തുളസീദാസ് എഴുതിയ പ്രധാനപ്പെട്ട രചനയാണ് രാംചരിതമാനസ്. ഇതിൻ്റെ ഭാഷ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. രാമചരിതമാനസിൻ്റെ ഭാഷ ഏതാണ്? അവധി ഭാഷയിലാണ് തുളസീദാസ് രാമചരിതമാനസം എഴുതിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, രാംഭക്ത് ശാഖ കെ കവി നാബാദാസ് की രചന कौन-सी है? രാമഭക്ത ശാഖയിലെ കവിയായ നാബാദാസിൻ്റെ രചന ഏതാണ്? ആൻസർ ഭക്തമാൽ. ഇതെപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഭക്തമാൽ എഴുതിയത് ആരാണ്? നാബാദാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വല്ലഭ സമ്പ്രദായക്ക് ദാർശനിക് മതക്കോ ക്യാ കഹത്തെ ഹെ? വല്ലഭ സമ്പ്രദായത്തിൻ്റെ ദാർശനിക മതത്തിനെ എന്താണ് പറയുന്നത്? ശുദ്ധാദ്വൈത വാദ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, രാധാ വല്ലഭ സമ്പ്രദായിക പ്രവർത്തക് ആചാര്യ കോൻ ഹെ? രാധാ വല്ലഭ് സമ്പ്രദായത്തിൻ്റെ പ്രവർത്തക ആചാര്യൻ ആരാണ്?
ആൻസർ ഹിത് ഹരിവംശ് ഗോസ്വാമി. ഹിത് ഹരിവംശ് ഗോസ്വാമിയാണ് രാധാവല്ലഭ സമ്പ്രദായത്തിൻ്റെ പ്രവർത്തകൻ. 15ാമത്തെ ക്വസ്റ്റ്യൻ, വ്രജഭാഷ കെ പ്രഥം കവി കോൻ ഹെ? വ്രജഭാഷയിലെ ആദ്യത്തെ കവി ആരാണ്? ആൻസർ സൂർദാസ്. 16ാമത്തെ ക്വസ്റ്റ്യൻ, സൂർദാസ് കെ പ്രമുഖ രചന കോൺസി ഹെ? സൂർദാസിൻ്റെ പ്രമുഖമായ രചന ഏതാണ്? ആൻസർ സൂർസാഗർ. ഇതുകൂടാതെ അദ്ദേഹം സൂർസാഗർ, സൂർസാരാവലി, സാഹിത്യലഹരി എഴുതിയിട്ടുണ്ട്. 17ാമത്തെ ക്വസ്റ്റ്യൻ, നിംബാർക് സമ്പ്രദായ കാ ദാർശനിക് സിദ്ധാന്ത് ക്യാ ഹെ? നിംബാർക് സമ്പ്രദായത്തിൻ്റെ ദാർശനിക സിദ്ധാന്തം ഏതാണ്? ദ്വൈതാദ്വൈതവാദ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, റഹീം കാ പൂരാ നാം ക്യാ ഹെ? റഹീമിൻ്റെ മുഴുവൻ പേരും എന്താണ്? ആൻസർ അബ്ദുറഹീം ഖാൻ ഖാന. 19ാമത്തെ ക്വസ്റ്റ്യൻ, ബർവൈ നായികാ ഭേദ് കിസ്കി രചന ഹെ? ബർവൈ നായികാ ഭേദ് ആരുടെ രചനയാണ്? ആൻസർ റഹീം. റഹീമിൻ്റെ മുഴുവൻ പേരെന്താണ്? അബ്ദുറഹീം ഖാൻ ഖാന. 20ാമത്തെ ക്വസ്റ്റ്യൻ, കൃഷ്ണഭക്തി പരമ്പരാമേം രാജസ്ഥാൻ കി കവിയത്രി കോൻ ഹെ? കൃഷ്ണഭക്തി പരമ്പരയിലെ രാജസ്ഥാനിൽ നിന്നുള്ള കവിയത്രി ആരാണ്? ആൻസർ മീരാബായ്.